നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് ഭീകര താണ്ഡവമാടുന്ന ചൈനയിലെ വുഹാനിലെ തെരുവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവമാണിത്. മുഖത്ത് മാസ്ക് ധരിച്ച നരച്ച തലമുടിക്കാരൻ ആളൊഴിഞ്ഞ നിരത്തിൽ മരിച്ചു വീണു. കയ്യിൽ ഒരു ക്യാരി ബാഗ് മുറുകെ പിടിച്ചിട്ടുണ്ട്. ഒരാൾ പോലും നിലത്ത് കിടക്കുന്ന ആ മൃതദേഹത്തെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പോലീസും ആരോഗ്യ പ്രവർത്തകരും എത്തി മൃതദേഹം ബാഗിലാക്കി സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നു. കൊറോണ വൈറസ് രോഗികളെ ചികിത്സിക്കുന്ന വുഹാനിലെ ആശുപത്രിക്ക് തൊട്ടടുത്തായിരുന്നു ഇയാൾ മരിച്ചു വീണത്. ഏകദേശം 60 വയസ്സ് പ്രായം തോന്നിക്കും മൃതദേഹത്തിന്. കൊറോണ ബാധിച്ചാണോ ഇയാളുടെ മരണമെന്ന് വ്യക്തമല്ല. പക്ഷേ നാട്ടുകാർ കൊറോണ തന്നെയാണെന്ന് ഉറപ്പിച്ച് മൃതദേഹത്തിനടുത്തേക്ക് അടുക്കുന്നത് പോലുമില്ല. ചൈനയിൽ മാത്രം ഇതുവരെ കൊറോണ ബാധിച്ച് മരിച്ചത് 213 പേരാണ്. ഇതിൽ 159 മരണങ്ങളും വുഹാനിലാണ്. കൊറോണ പൊട്ടി പുറപ്പെടുന്നത് വരെ വുഹാൻ ജനത്തിരക്കേറിയ നഗരമായിരുന്നു. ഇപ്പോൾ ആളൊഴിഞ്ഞ തെരുവിൽ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറക്കുന്നില്ല. ജനങ്ങൾ പുറത്തിറങ്ങുന്നത് പോലും അപൂർവമായി കഴിഞ്ഞു. ഒരാൾ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിച്ചാൽ പോലും കൊറോണയെ ഭയന്ന് ആരെയും സഹായിക്കാനെത്താത്ത ഭീകരാവസ്ഥയാണ് ചൈനയിൽ. ആശുപത്രികളിലുടനീളം രോഗികളുടെ നീണ്ട നിരയാണ്. ഇതിൽ 2 ദിവസമായി ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുന്നവരുണ്ട്. പലരും വീട്ടിൽ നിന്ന് കസേരയും എടുത്താണ് ഡോക്ടറെ കാണാൻ എത്തിയിരിക്കുന്നത്. മറ്റൊരാൾ ഇരുന്ന കസേരയിൽ പോലും ആരും ഇരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. വുഹാൻ ഉൾപ്പെടെ കൊറോണ ബാധിച്ച പ്രദേശങ്ങളിലെല്ലാം ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം പേരും അത്യാവശ്യ കാര്യങ്ങൾക്ക് നടന്നു പോകുകയോ ഇരുചക്ര വാഹനങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. വുഹാന്റെ തെരുവുകളിലുടനീളം ആംബുലൻസുകൾ ചീറിപ്പായുന്ന കാഴ്ചയും സർവ്വസാധാരണമായിരിക്കുകയാണ്. വുഹാനിലെ കാറ്റിന് പോലും ഇപ്പോൾ മരണത്തിന്റെ ഗന്ധമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.